إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد بسم الله الرحمن الرحيم يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സർവശക്തനായ നാഥൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ജുമാ കർമ്മത്തിന് അവൻ്റെ ഭവനത്തിലേക്ക് ഒരുമിച്ച് കൂടിയ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ, അധ്വാനങ്ങൾ അല്ലാഹു നമ്മളിൽ നിന്നും പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഘടകങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ഖുതുബയുടെ അവസാനത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. അതൊക്കെയും ജീവിതത്തിൽ കൃത്യമായി കൊണ്ടു നടക്കുകയും ഓരോ ഇടവേളയിലും നമ്മൾ സ്വന്തത്തെ ഇവാലുവേഷൻ നടത്തുകയും എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളെ പരിശോധിക്കുകയും ചെയ്യൽ അനിവാര്യമാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നും ഇന്നലെയൊക്കെ പത്ര ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ രാജ്യതലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തെക്കുറിച്ചാണ്. വളരെ പ്രധാനമായിട്ട് പത്രങ്ങളും വാർത്തകളും കേൾക്കുകയും വായിക്കുകയും കാണുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മളൊക്കെയും. ലോകത്തെന്ത് നടക്കുന്നു എന്നുള്ളത് കൃത്യമായി അറിവുള്ളവരും ബോധ്യമുള്ളവരുമാണ്. ഖുതുബയിൽ പ്രത്യേകമായി അത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളതല്ല. എന്നാലും നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് അറിയുകയും ഇസ്ലാമികമായ ബോധ്യത്തോടുകൂടെ അതിനെ കാണുകയും ചെയ്യുക എന്നുള്ളത് ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ബാധ്യതയാണ്. ഏതൊരു കാര്യങ്ങളെക്കുറിച്ചാണെങ്കിലും. മാസങ്ങളായി അല്ലെങ്കിൽ ദിവസങ്ങളായി ജന്തർ മന്ദറിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭം എന്തിനാണെന്നും ഏതിനാണെന്നും കൃത്യമായി അറിവുള്ളവരാണ്. രാജ്യത്ത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി
നടന്നുകൊണ്ടിരിക്കുന്ന അരക്ഷിതമായ നിലപാടുകൾ വ്യത്യസ്തമായ മേഖലകളിൽ, രാഷ്ട്രീയ മേഖലകളിൽ, സാമ്പത്തിക, തൊഴിൽ, വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ നമുക്കറിയാവുന്നതാണ്. പുതിയ തലമുറയിലെ യുവാക്കൾ, യുവതികളും യുവാക്കളുമായിട്ടുള്ള ആളുകൾ ഇത്തരം നിലപാടുകളോട് പൊറുതിമുട്ടി അവസാനം രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പിന്തുണയില്ലാതെ തുടങ്ങിയ ഒരു പ്രക്ഷോഭമാണ് ഇന്ന് ഡൽഹിയിലുള്ളത്. അതിൻ്റെ ശരിതെറ്റുകളിലേക്കല്ല പോകുന്നത്, മറിച്ച് അനീതി, ലോകത്ത് അനീതി ഏതൊരു സമൂഹത്തിനെതിരെ എവിടെ വന്നാലും ആളുകൾ അതിനെതിരിൽ പ്രതികരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ലോകത്തിൻ്റെ ചരിത്രം എങ്ങനെയാണ്? അനീതി ഏതൊരു സമൂഹത്തിൽ നടമാടിയിട്ടുണ്ടോ അവിടെയൊക്കെയും വിപ്ലവങ്ങൾ, പ്രൊട്ടസ്റ്റുകൾ, സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു വ്യക്തിയിൽ, പിന്നെ അത് കുടുംബത്തിലേക്ക്, സമൂഹത്തിലേക്ക്, അങ്ങനെ അത് നീണ്ടുപോയി ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഉണ്ടായ കഥകൾ, ചരിത്രങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളെപ്പോലെ അതിൻ്റെ പാഠങ്ങൾ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾക്കും ജനങ്ങൾക്കും ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ അയൽപക്ക രാജ്യങ്ങളിൽ നടന്നതും ഭരണകൂടങ്ങളിൽ അല്ലെങ്കിൽ ഭരണകർത്താക്കൾ വരെ നാട് വിട്ടോടേണ്ടി വന്ന ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട്. ഏതായാലും രാജ്യത്തിൻ്റെ അഖണ്ഡതയും രാജ്യത്തിൻ്റെ സുരക്ഷിതത്വവും സുസ്ഥിരതയുമെല്ലാം കാത്തു സൂക്ഷിക്കാൻ ഭരണാധികാരികൾക്കും ഞാനും നിങ്ങളും അടക്കമുള്ള ഓരോ ജനങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കലാണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. അല്ലാഹു നമ്മുടെ രാജ്യത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഞാനിത് സൂചിപ്പിക്കാൻ കാരണം ഭരണകൂടങ്ങളിൽ നിന്ന് തുടർച്ചയായി അനീതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്, ഒരുപാട് വിഭാഗങ്ങളുണ്ട്. വിദ്യാഭ്യാസ മേഖല കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അതിൻ്റെ ഒരു ഇരയാണ്. പാവപ്പെട്ട ആളുകൾ, അതല്ലെങ്കിൽ പണം കൊടുത്തൊന്നും വാങ്ങിച്ചെടുക്കാൻ സാധിക്കാത്ത ആളുകളുടെ പ്രധാനമായ ആശ്രയം എന്ന് പറയുന്നത് ഗവൺമെന്റ് മേഖലയാണ്. ഏത് രീതിയിലാണ്? ഗവൺമെന്റ് മേഖലയിലാണ്. ആ മേഖലയിൽ പരീക്ഷ എഴുതി പഠിച്ചു കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള വലിയ ഒരു പ്രയാസമായിരുന്നു കഴിഞ്ഞ നീറ്റ് എക്സാമിലും അതുപോലെ കഴിഞ്ഞ വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന അത്തരം ലീക്ക് അല്ലെങ്കിൽ ചോദ്യപേപ്പർ ചോർച്ചകൾ. അതിൽ നിന്നാണ് ഈ സമരങ്ങൾ ഉണ്ടാകുന്നത്. ആ അനീതിയുടെ ഇരകളായ ധാരാളം വിദ്യാർത്ഥികൾ സങ്കടം സഹിക്കാൻ കഴിയാതെ, പ്രയാസം സഹിക്കാൻ കഴിയാതെ മാതാപിതാക്കളെടുത്ത ലോണിന്റെ മുന്നിൽ ഇങ്ങനെ വലിയ കൂമ്പാരമായി ഇങ്ങനെ മാനസികമായ പ്രയാസത്തോടു കൂടി നോക്കി നിന്ന് അവസാനം ജീവൻ നഷ്ടപ്പെടുത്തിയ ധാരാളം വാർത്തകളിൽ നിന്നാണ് ഈ പ്രക്ഷോഭം ഉടലെടുക്കുന്നത്. സൂചിപ്പിച്ചു വരുന്നത്, അനീതി ഏതൊരു വ്യക്തിയിലാണോ അത് തുടങ്ങുന്നത്, ഏതൊരു വ്യക്തിയിലാണോ ആ അനീതി അനുഭവിക്കുന്നത്, അയാളിൽ വലിയ പ്രയാസമുണ്ടാകുമെന്ന് പറയേണ്ടതില്ല. ഞാനും നിങ്ങളും അത് അനുഭവിക്കുമ്പോഴാണ് അനീതിയുടെ ഇരയാകേണ്ടി വന്നതിൻ്റെ പ്രയാസം എത്രയുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയാം. അനീതി അനുഭവിക്കുമ്പോഴാണ്. അതൊരു സമൂഹത്തിലാണെങ്കിൽ, ഒരു കുടുംബത്തിലാണെങ്കിൽ, ഒരു ജനതയിലും ഒരു കമ്മ്യൂണിറ്റിയിലുമാണെങ്കിൽ പറയേണ്ടതില്ലല്ലോ. നോക്കൂ, നിങ്ങൾ ഇസ്ലാമികമായി ഇത്തരം മേഖലകളിൽ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജന്തർ മന്ദറിലെ പ്രക്ഷോഭം രാജ്യത്തെ ഭരണ നേതൃത്വത്തോടാണ് എങ്കിൽ ഞാനും നിങ്ങളും അധികാരികളായി നിൽക്കുന്ന ഓരോരോ മേഖലകളുണ്ട്. അവിടെയൊക്കെയും ഇതുപോലെ നീതി പാലിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ട്. ഏത് മേഖലയിലാണ്? ഞാൻ ഓതി വെച്ച ആയത്തതാണ്. പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ നീതി പാലിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ധാരാളം ആയത്തുകളുണ്ട്. ഖുർആനിലെ സൂറത്തു നിസായിലെ 58-ാമത്തെ ഒരു ആയത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭരണകർത്താക്കളോട് നീതി കാണിക്കണേ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനൻ നാസി അൻ തഹ്കുമൂ ബിൽ അദ്ൽ. അല്ലാഹു അമാനത്തുകളെ കുറിച്ച് പറയാം. അമാനത്ത് എന്ന് പറയുന്നത് വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളെ, സ്വത്തുക്കൾക്കാ പറയാം. നീതിയുടെ ഏറ്റവും ഉത്തുംഗമായ ഭാഗമാണത്. രണ്ടാമത് ആ ആയത്തിൽ അള്ളാഹു ഭരണം എന്താ അറിയോ? അള്ളാഹു നിങ്ങൾക്ക് ഭരണം നൽകിയാൽ വഇദാ ഹകംതും ബൈനന്നാസ്, നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുകയാണെങ്കിൽ, ഭരണം നടത്തുകയാണെങ്കിൽ, നിങ്ങൾ ഫഹ്കുമു, നിങ്ങൾ അൻ തഹ്കുമു ബിൽ അദ്ൽ,
നിങ്ങൾ ജനങ്ങളോട് ഭരണം നടത്തേണ്ടത്, വിധി കൽപ്പിക്കേണ്ടത് നീതിയോടുകൂടെയാണ് കേട്ടോ. അത് എത്ര കയ്പാണെങ്കിലും എത്ര പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും നിങ്ങൾ ആ നീതിയോടുകൂടെയാണ് ഇരിക്കണം ജനങ്ങളോട് അപ്രോച്ച് ചെയ്യേണ്ടത്, നിങ്ങൾ വിധി കൽപ്പിക്കേണ്ടത്, നിങ്ങൾ ഭരണം നടത്തേണ്ടത്. അങ്ങനെയാണ് അള്ളാഹു നിങ്ങളോട് നൽകുന്ന ഏറ്റവും സുന്ദരമായ ഉപദേശമെന്നാണ് പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവര്, നീതി എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ട് മതിയായൊരു, അല്ലെങ്കിൽ കേട്ട് നമ്മുടെ കാതുകൾക്ക് മരവിപ്പ് ബാധിച്ച ഒരു ടോപ്പിക്കാണ് നീതി എന്നുള്ളത്. ഇസ്ലാമിൽ അത്രമേൽ സുന്ദരമായി ഖത്തീബുമാർ മിമ്പറുകളിൽ നിന്ന് വായിലുമാർ അവരുടെ പ്രഭാഷണങ്ങളിലൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ്. എന്നാൽ ജന്തർ മന്ദിറിലെ പ്രക്ഷോഭം മാത്രം അനീതിയുടെ കാരണങ്ങൾ കൊണ്ടുണ്ടായതാണ് എന്ന് മാത്രമല്ല, മുസ്ലിങ്ങളായ വിശ്വാസികളായ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ഞാനും നിങ്ങളും അനീതി ചെയ്യുന്നവരാണോ എന്ന് ഇടക്കിടക്ക് സ്വന്തത്തോട്, സ്വന്തം ഭരണമേഖലകളോട് ഒന്ന് ചോദിക്കേണ്ടത് അനിവാര്യമാണ്. എന്തിനറിയോ? അള്ളാഹുവിന്റെ കോടതിയിൽ പിടിക്കപ്പെടാതിരിക്കാണ്. അള്ളാഹുവിന്റെ കോടതിയിൽ പിടിക്കപ്പെടാതിരിക്കാണ്. അവനാന്റെ ഭരണമേഖലയെ കുറിച്ച് അനീതി പ്രവർത്തിക്കുന്നവരാണോ നമ്മൾ എന്ന് ചെറിയ ഒരു ഇവാലുവേഷൻ നമ്മൾ ഇടക്കിടക്ക് നടത്തിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പിടിക്കപ്പെടും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോക്കി, ഇസ്ലാം എത്ര സുന്ദരമായ നീതിയെ പഠിപ്പിച്ചത് അറിയോ? നീതി വെറുതെ അല്ല, അത് മനുഷ്യന്റെ മനസ്സിൽ അത്രയും വേദന ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അധ്യാപനത്തില്, നിങ്ങളെ മക്കളെ കൂടെ കളിക്കുന്ന അനാഥ മക്കളുണ്ടെങ്കിൽ സ്വന്തം മക്കളെ നിങ്ങൾ വാരിപ്പുണർന്ന് ഉമ്മ വെക്കരുത് ആ മക്കളുടെ ഇടയിൽ നിന്ന് പഠിപ്പിച്ചത് എന്തിനറിയോ? ആ മക്കളോട് അനീതി കാണിച്ചിട്ടല്ല, പക്ഷെ ആ മക്കളുടെ മനസ്സിൽ ഞങ്ങളെ വാരിപ്പുണരാനും ഉമ്മ വെക്കാനും ഇങ്ങനെ ലോകത്തൊരു പിതാവ് ഇന്ന് ലോകത്തില്ലല്ലോ എന്ന് ദൈവം അവരോട് അനീതി കാണിച്ചല്ലോ, അതിന്റെ ഇരകളാണോ ഞങ്ങൾ എന്നുള്ളൊരു വേദന അവർക്ക് അനുഭവപ്പെടരുത് എന്നുള്ളതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുള്ളത്. അത്രമേൽ ഇസ്ലാം നീതിയുടെ ഭാഗത്ത് നിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ വിവാഹം കഴിക്കൽ, രണ്ടാമത് വിവാഹം കഴിക്കേണ്ടി വരുന്ന വേള, രണ്ടാമത് വിവാഹം ഏതെങ്കിലും സാഹചര്യത്തിൽ വിവാഹം കഴിക്കേണ്ടി വന്നാൽ അവിടെ പാലിക്കേണ്ട നിബന്ധനകളെ കുറിച്ച് ഇസ്ലാം പറയുന്നുണ്ട്. ഒന്നാമത്തെ ഭാര്യയുണ്ട്, രണ്ടാമത് വിവാഹം കഴിക്കേണ്ട എന്തെങ്കിലും സാഹചര്യം ഉണ്ടായി എന്ന് കൂട്ടുക. ഇസ്ലാമിന്റെ അധ്യാപനം എന്താ അറിയോ? ഒന്നാമത്തെ ഭാര്യയ്ക്ക് നിങ്ങൾ നൽകുന്ന പോലെ രണ്ടാമത്തെ ഭാര്യയോടും നിങ്ങൾക്ക് നീതി പുലർത്താൻ കഴിയണം. സൂറത്തു നിസാഇന്റെ 3-ാമത്തെ ആയത്തുണ്ട്. അള്ളാഹു പറയുന്ന വാങ്ങനെയാണ്, ഫൻകിഹു മാ ത്വാബ മിൻ നിസാഇ മസ്നാ വസുലാ, ഫൻകിഹു മാ ത്വാബ ലക്കും മിൻ നിസാഇ മസ്നാ വസുലാസ വറുബഅ. ഈ 2, 3, 4 ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. എന്നിട്ട് അള്ളാഹു പറയാണ്, ഫഇൻ ഖിഫ്തും അല്ലാ തഅദിലു, നീതി പാലിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് പേടിയുണ്ടോ? നീതി പാലിക്കാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് ലെവലേശം പേടിയുണ്ടോ? നിങ്ങൾ എന്താ ചെയ്യേണ്ടറിയോ? നിങ്ങൾ ഫവാഹിദ, ഒന്നാമത്തതിൽ തന്നെ നിർത്തണം. ഒന്നിൽ തൃപ്തിപ്പെടണമെന്ന് അതിന്റെ തഫ്സീർ. ഒന്നിൽ തൃപ്തിപ്പെടണം. നീതിക്ക് അത്രമേൽ, എന്തായത് ഭാര്യമാരോടുള്ള നീതി എങ്ങനെ കൃത്യമായി അറിയുന്നവരാ. അവർക്ക് ഉടയാടകൾ വാങ്ങിച്ചു കൊടുക്കുന്നതിലും പാർപ്പിടം കൊടുക്കുന്നതിലും മാത്രമില്ല, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കളോട് നീതി കാണിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ വിശദീകരണമുണ്ട്. മഹാന്മാർ ഈ ഭാഗങ്ങൾ വിശദീകരിക്കണം എങ്ങനെ അറിയോ? അവരോടുള്ള പുഞ്ചിരി പോലും നമ്മൾ കുടുംബത്തിലെ ഓരോ അംഗങ്ങളോട് നടത്തുന്ന പുഞ്ചിരിയിൽ പോലും നീതി കാണിക്കാൻ കഴിയണമെന്നുള്ളതാണ് ഈ ആയത്തുകളൊക്കെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നത്. നഅൂദുബില്ലാ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാനും നിങ്ങളും അനീതി പുലർത്തുന്നവരാണോ എന്ന് ഇടക്കിടക്ക് ആലോചിച്ച് നോക്കുക. മക്കളുടെ വിഷയത്തിൽ നീതി പുലർത്താൻ പറഞ്ഞു, ധാരാളമുണ്ട്, ധാരാളം പ്രവാചക വചനങ്ങളുണ്ട്. നോക്കൂ, നിങ്ങൾ മഹാനായ നുഅ്മാൻ ബിൻ ബശർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ് ഉണ്ട്, ഇമാം ബുഖാരിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ. അദ്ദേഹം പറയാം, എൻ്റെ വാപ്പ എനിക്കൊരു ഗിഫ്റ്റ് തന്നു. വാപ്പാക്ക് 2 ഭാര്യമാരുണ്ട്. വാപ്പ എൻ്റെ ഭാര്യയുടെ അടുക്കൽ എൻ്റെ ഉമ്മ നിൽക്കുമ്പോ എനിക്കൊരു ഗിഫ്റ്റ് തരിക. അപ്പോ എൻ്റെ ഉമ്മ ഭർത്താവായ എൻ്റെ വാപ്പയോട് പറഞ്ഞു, ഈ ഗിഫ്റ്റ് തരുന്നതിന് അള്ളാഹുവിന്റെ റസൂല് കൂടെ സാക്ഷിയാകണം, അതാണ് എനിക്കിഷ്ടം. മകന് ഗിഫ്റ്റ് എടുത്തപ്പോ ഉമ്മ പറഞ്ഞതാ. അങ്ങനെ ഭാര്യയുടെ ആഗ്രഹപ്രകാരം ആ ഗിഫ്റ്റുമായി പിതാവ്, നുഅ്മാൻ ബിൻ ബശറിന്റെ പിതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെല്ലുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹിയോട് കാര്യം പറഞ്ഞു, റസൂലേ, ഞാൻ എൻ്റെ മകനൊരു ഗിഫ്റ്റ് കൊടുത്തു. ഭാര്യന്റെ തൃപ്തി എന്താ അറിയോ? നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിങ്ങളെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ആ ഗിഫ്റ്റ് തരണമെന്നുള്ളതാണ്. എന്തിനാ അത് പറഞ്ഞത് അറിയോ? ഭാര്യക്കറിയാം
എൻ്റെ മകന് എൻ്റെ ഭർത്താവിന് എൻ്റെ മകനോടുള്ള സ്നേഹം എനിക്കറിയാം. പക്ഷേ മറ്റു ഭാര്യമാരിലുള്ള മക്കളോടും അതുപോലെ നീതി കാണിച്ചില്ലെങ്കിൽ എൻ്റെ ഭർത്താവ് നരകത്തിലായിരിക്കല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ചോദിച്ചതെന്തറിയോ? മോനെ, നിന്റെ ഈ മകന് നീ കൊടുത്ത പോലെയുള്ള ഗിഫ്റ്റ് മറ്റുള്ള മക്കൾക്കും നീ കൊടുത്തിട്ടുണ്ടോ? നീ നീതി കാണിച്ചിട്ടുണ്ടോ? നീ അവർക്കും കൊടുത്തിട്ടുണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പിതാവിനോട് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നതിൽ പോലും കുടുംബാംഗങ്ങൾക്കിടയിൽ എങ്ങനെ നീതി പുലർത്തണമെന്ന് പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ അധ്യാപനം നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മളോടാന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു നമ്മുടെ പോരായ്മകളൊക്കെ പരിഹരിക്കട്ടെ. അനീതി പുലർത്തുന്നവരായി മരിച്ചു പോകുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എത്ര വാപ്പമാരറിയോ, മക്കളുടെ വർത്തമാനങ്ങൾ കേൾക്കുമ്പോഴേ നമ്മളൊക്കെ എന്താ പറയാ നെഞ്ചത്ത് വെച്ച് ആലോചിച്ചു പോവാ. അവരൊക്കെ ഇന്ന് ഖബറിലാണല്ലോ. മക്കൾക്ക് സ്വത്ത് ഓരി വെക്കുമ്പോ ഏറ്റവും ഇഷ്ടമുള്ള മക്കൾക്ക് മുഴുവനും സ്വത്തിന്റെ ഏറ്റവും സുന്ദരമായ ഭാഗങ്ങളൊക്കെ ഓരി വെച്ചെടുത്തു. ഏതോ കാരണത്താല് വാപ്പനോട് അനീതി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് വാപ്പ സ്വത്തൊക്കെ ആ മകന് കൊടുക്കാതിരിക്കുകയും ചെയ്തു. ആ വാപ്പക്ക് ഖബറിൽ ഒരു സ്വസ്ഥതയുണ്ടാവില്ല. അള്ളാന്റെ കോടതിയിൽ ആ വാപ്പ രക്ഷപ്പെടൂല, എന്ത് കാരണങ്ങൾ കൊണ്ടായാലും. നോക്കൂ നിങ്ങൾ, ഒരു കാര്യമില്ല, 100 കാര്യങ്ങൾ ഒരു പക്ഷേ ഇതുപോലെ നമുക്ക് എടുത്തു പറയാൻ കഴിയും. ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നതിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയെ ഉപദേശിച്ചത്. നോക്കൂ നിങ്ങൾ, അള്ളാഹു നമ്മെ എല്ലാം ഇത്തരം പോരായ്മകളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, ധാരാളം കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ആ ധാരാളം കാര്യങ്ങളിലെ മേഖലകളിലെല്ലാം നമ്മൾ കൃത്യതയോടുകൂടെ നീതി പാലിക്കാൻ നമുക്ക് കഴിയണം. റസൂലുള്ളാഹിന്റെ മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, പ്രവാചകൻ കൃത്യമായിട്ട് പറയാ, ഇഅ്ദിലൂ ബൈന ഔലാദിക്കും, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ ഓരോ മക്കൾക്കിടയിലും നിങ്ങൾ നീതി കാണിക്കണേ. നിങ്ങളുടെ ഓരോ മക്കൾക്കിടയിലും നിങ്ങൾ നീതി കാണിക്കണേ. ധാരാളം ഹദീസുകൾ ഭാര്യമാർക്കിടയിൽ, മക്കൾക്കിടയിൽ, കുടുംബാംഗങ്ങൾക്കിടയിൽ നമ്മൾ കേട്ട് തയമ്പിച്ച ഒരു ഹദീസ് ഉണ്ടല്ലോ, കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും ഉത്തരവാദിത്വമുള്ളവരാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തത്തെ കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യും. ആദ്യം ചോദ്യം ചെയ്യുന്ന കാര്യം എന്താ അറിയോ? നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരോട് നിങ്ങൾ നീതി കാണിച്ചോ എന്നുള്ളതാണ്. നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട മേഖല ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും പ്രധാനമന്ത്രിയും പ്രസിഡന്റും ആകുന്നിടണ്ട്. അത് പഞ്ചായത്ത് മെമ്പറോ MLA പഞ്ചായത്ത് പ്രസിഡന്റോ ഇത് മാത്രമൊന്നുമില്ല. ഒരു വാപ്പ ആ വീട്ടിലെ പ്രസിഡന്റാണ്, പ്രധാനമന്ത്രിയാണ്. ഒരു ഉമ്മ ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്തമുള്ള ആളാണ്. ഓരോ മക്കളും ആ കുടുംബത്തിന്റെ MLA-മാരാണ്. നോക്കൂ നിങ്ങൾ, അവർ ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. എല്ലാവരുടെയും അധികാര പരിധിയെക്കുറിച്ച്, നിങ്ങൾ നിർവഹിച്ച നീതിയെക്കുറിച്ച്, അനീതിയെക്കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യപ്പെടാതെ, അള്ളാഹുവിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാതെ നാളെ സ്വർഗത്തിലേക്ക് കാലെടുത്തു വെക്കാൻ കഴിയില്ല. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പടച്ചോന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഇതുകൊണ്ടാണ് നിങ്ങൾ ദുനിയാവിൽ നീതി കാണിച്ചോ, നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ കോടതിയിൽ നൽകപ്പെടുന്ന സർപ്രൈസ് എന്ന് പറയുന്നത് വലിയ വലുതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉണ്ട്. എന്താ ഹദീസ് എന്ന് അറിയോ? ലോകത്തെ മുഴുവൻ മനുഷ്യന്മാരിൽ നിന്നും വേർതിരിക്കപ്പെടുന്ന ഒരു വിഭാഗം, അള്ളാഹുവിന്റെ പ്രത്യേകമായ സർപ്രൈസ് ലഭിക്കുന്ന വിഭാഗം, അള്ളാഹുവിന്റെ പ്രത്യേകമായ ആശീർവാദവും സൽക്കാരവും ലഭിക്കുന്ന വിഭാഗം എന്നറിയോ? സൽക്കരിക്കാൻ ആരുമില്ലാത്തൊരു ദിവസം, ആശീർവദിക്കാൻ ആരുമില്ലാത്ത ദിവസം, സഹായിക്കാൻ ആരുമില്ലാത്തൊരു ദിവസത്തിൽ അള്ളാഹു പ്രത്യേകം സൽക്കരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെന്ന് റസൂലുള്ള പഠിപ്പിച്ചതാ. സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ലാ ദില്ല ഇല്ലാ ദില്ലുഹു. 7 വിഭാഗം ആളുകൾ, അള്ളാഹുവിന്റെ തണലല്ലാത്ത, അള്ളാഹുവിന്റെ ആശ്വാസമല്ലാത്ത, ഒരു ആശ്വാസവും ഒരു തണലുമില്ലാത്ത ദിവസം അള്ളാഹു തണലിട്ട് കൊടുക്കുന്ന, ആശ്വാസമേകുന്ന 7 വിഭാഗമുണ്ട്. ധാരാളം നമ്മൾ പഠിപ്പിച്ചതാ. ഒന്നും കൂടി നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ അർശിന്റെ തണൽ ലഭിക്കുന്നവരെന്നൊക്കെ നമ്മൾ പറയില്ലേ. അങ്ങനെയുള്ള 7 വിഭാഗത്തിൽ അള്ളാഹിന്റെ റസൂൽ ആ 7 വിഭാഗത്തെ എണ്ണിയപ്പോ ഒന്നാമത് എണ്ണിയത് ആരെന്നറിയോ നിങ്ങൾക്ക്? ഇമാം ബുഖാരിയും മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹി ഹദീസ. ആ ഹദീസിന്റെ ഒന്നാമത്തെ ആളാരറിയോ?
ഇമാമുൻ ആദിലുൻ. റസൂലുള്ളാഹി എണ്ണിയ ഒന്നാമത്തെ ആള് ഇമാമുൻ ആദിലുൻ. ദുനിയാവിൽ ജീവിക്കുമ്പോൾ അയാളുടെ ഭരണമേഖലകളിൽ നീതി പാലിച്ച ഇമാമാണോ, ലീഡറാണോ, ഭരണാധികാരിയാണോ, പിതാവാണോ, ഉമ്മയാണോ, മക്കളാണോ, എവിടെയാണോ അധികാരമുള്ളത് ആ അധികാരത്തിൽ നീതി പാലിച്ചവനാണെങ്കിൽ അയാൾ അള്ളാഹു പ്രത്യേകം സൽക്കരിക്കുന്ന വിഭാഗത്തിൽ പെടും. അള്ളാഹു നമുക്കത് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവർ, ഇത് എന്തിനറിയോ? അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗമേ ലോകത്തുള്ളൂ, ലോക മനുഷ്യരിൽ. ഇതെന്തിനാ അറിയോ അത് പറഞ്ഞത്? അത് കിട്ടണമെങ്കിൽ കുറച്ച് പാടാ. അവനാന്റെ ജീവിതം ഒന്ന് മെല്ലെ എടുത്തു നോക്കിയാൽ മതി. ഞാൻ എൻ്റെ ജീവിതം ഒന്ന് മെല്ലെ എടുത്തു നോക്കിയാൽ ആ നീതി പാലിച്ചോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ബോധ്യാവും. എവിടെയാണോ പോരായ്മ വന്നത് അവിടെ നികത്താൻ ഇന്ന് നമ്മൾ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അനീതി പ്രവർത്തിച്ചവനായിട്ടാണ് ഇന്നും ഞാനും നിങ്ങളും ഭൂമിയിൽ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രയാസത്തിലാണ്. അള്ളാഹിൻ്റെ കോടതിയിൽ നമ്മൾ പ്രയാസത്തിലായിരിക്കും. ഈ ഒരു ചിന്ത നമ്മളിൽ എപ്പോഴും ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും നമ്മളെ കുടുംബത്തെയൊക്കെ ഇത്തരം അനീതികളിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും നീതിമാനായി മരിച്ച അല്ലാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കുന്നവരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. ആമീൻ. ഇന്നൽ ഹംദലില്ലാഹ് വസല്ലല്ലാഹു അലാ ഖൈറിൽ വറാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ നാഥൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നീതിയും അനീതിയെയും കുറിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ് ഏറ്റവും ആദ്യം ഓർമ്മ വരിക. മനുഷ്യന്മാർക്ക് നീതി പാലിക്കുക എന്ന് പറയുന്നത് അത്രമേൽ പ്രയാസകരമായ സംഗതിയാണ്. ദുനിയാവിൽ നീതി എന്ന് പറയുന്നത് കാണാക്കനിയാണ് പലപ്പോഴും. അത് എത്ര പ്യുവറായിട്ട് നടക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കിയാൽ പലപ്പോഴും നമുക്കത് കാണാൻ സാധ്യമായിരിക്കില്ല. ഇനി ഒരാളുടെ പ്രവർത്തനത്തിനനുസരിച്ച് എത്ര നീതിയുക്തമായി നമ്മൾ അയാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ സർപ്രൈസ് കൊടുക്കാനോ തുനിഞ്ഞാലും ഒരുപക്ഷെ നീതിയുക്തമായി നന്മയും തിന്മയും കൊടുക്കാനും സാധ്യയില്ല. നീതി വളരെ കൃത്യമായി നടപ്പിലാക്കപ്പെടുന്നത് പരലോകത്ത് മാത്രമാണ്. ഒരാളെ കൊന്നൊരാൾക്ക് ശിക്ഷ കൊടുക്കാൻ തിരിച്ചയാളെ കൊല്ലാം. ഇസ്ലാമിക കോടതി അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ തിരിച്ചു കൊല്ലലാണ്. ഒരു 100 ആളെ കൊന്നാലോ അയാളെയും ഒരു വട്ടേ കൊല്ലാൻ പറ്റുള്ളൂ. ദുനിയാവിൽ ഈക്വലായി ശിക്ഷ നടപ്പാക്കാൻ കഴിയില്ല. നേരെ തിരിച്ച് നന്മയും അങ്ങനെ. ഒരു വലിയ നന്മ ചെയ്തൊരു മനുഷ്യന് നമ്മൾ എന്താ പ്രത്യുപകാരമായിട്ട് കൊടുക്കുക? ഇവിടെ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം കൊടുത്താലും ഒരുപക്ഷെ വലിയ വലിയ നന്മ മരങ്ങളായിരിക്കുന്ന മനുഷ്യർ ചെയ്യുന്ന നന്മക്കൊന്നും പകരാവൂല. അത്രമേൽ വലിയ നന്മ ചെയ്യുന്നവരുണ്ട്. രണ്ടിനും ഈക്വലായ പ്രതിഫലം നൽകാൻ കഴിയുന്നത് യഥാർത്ഥ ആദിലായ അള്ളാഹുവിന് മാത്രമാണ്. ഞാൻ പേര് മനഃപൂർവ്വം ഉച്ചരിച്ചാൽ അള്ളാഹുവിൻ്റെ അസ്മാവുകളിൽ പെട്ടൊന്നാണ് അൽ ആദിൽ. അത് അള്ളാഹുവിന് മാത്രമേ കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുള്ളൂ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കോടതിയിൽ അവൻ്റെ നീതിയുക്തമായ വിധി നടപ്പിലാക്കുമ്പോൾ ഒരാളും ഫലാ തുളിനമു നഫ്സുൻ, ഒരു ശരീരവും അവരുടെ ആക്രമിക്കപ്പെടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്താ അങ്ങനെ പറഞ്ഞാൽ അറിയോ? ഒരാളും ചെയ്യാത്തതൊന്നും അനുഭവിക്കൂല. ഒരാളും ചെയ്യാത്തതിൻ്റെ പേരിൽ ശിക്ഷിക്കുകയുമില്ല. ഒരാളും ചെയ്യാത്തതിൻ്റെ പേരിലും ശിക്ഷിക്കൂല. ഒരാളും ചെയ്യാത്തതൊന്നും അവിടെ അനുഭവിക്കൂല. അവിടെ സ്വർഗം കിട്ടണോ നമ്മൾ ഇവിടെ നിന്ന് ചെയ്യണം. അവിടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ നമ്മൾ ഇവിടെ നിന്നും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാചകം, അള്ളാഹു ഒരു ശരീരത്തോടും അനീതി പ്രവർത്തിക്കൂല എന്ന് പറഞ്ഞ വാചകം ഉണ്ടല്ലോ, അത് നമ്മളെക്കുറിച്ചും പുലരാനുള്ളതാ. നമ്മൾ എന്ത് നന്മ ചെയ്തോ അതായിരിക്കും നമ്മൾ അനുഭവിക്കുക. നമ്മൾ എന്ത് തിന്മ ചെയ്തോ അതും അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മൾ അനുഭവിക്കും. ഈ ഒരു ബോധ്യം നമുക്കൊക്കെ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലാണെങ്കിലും അള്ളാഹിനെ ഓർത്ത്
അള്ളാഹുവിനോർത്ത് നീതിയോടുകൂടെ ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. അതുപോലെ തന്നെ സൂചിപ്പിക്കേണ്ട ഒരു വിഷയമായിരുന്നു, അനീതിയുടെ ഭാഗത്ത് നിന്ന് ഞാനും നിങ്ങളൊക്കെ ഏർപ്പെടുന്ന സാധ്യതയുള്ളൊരു മേഖല എന്ന് പറയുന്നത് സാക്ഷിയാണ്. നമുക്കറിയാത്തൊരു മേഖലയിൽ സാക്ഷ്യം പറയാൻ പോകരുത്. അതും അനീതിയുടെ ഒരു ഭാഗമാണ്. കള്ളസാക്ഷ്യം പറയാന്ന് അതിന് പറയാം. കള്ളസാക്ഷ്യം പറയാം, അത് ഒപ്പിടൽ മാത്രമല്ല, ഞാനതിന് സാക്ഷിയാണെന്ന് ഏതെങ്കിലും രീതിയിൽ ആളുകളെ ബോധ്യപ്പെടുത്തൽ കള്ളസാക്ഷിയാണ്, അത് അനീതിയാണ്, അള്ളാഹിൻ്റെ കോടതിയിൽ പിടിക്കപ്പെടും. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം സ്വാലിഹായ അമലായി ഞങ്ങൾ ഇന്ന് സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹു യഥാർത്ഥ മുഅ്മിനായി നീതിയോടുകൂടെ ഞങ്ങൾ ജീവിക്കുന്ന, ഞങ്ങൾ പെരുമാറുന്ന എല്ലാ മേഖലകളിലും നീതിയോടുകൂടെ യഥാർത്ഥ മുഅ്മിനായി ജീവിക്കാൻ ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹു ഞങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ, പ്രത്യേകിച്ച് കുടുംബങ്ങൾക്കിടയിൽ ഒരുപാട് അനീതിക്ക് സാഹചര്യങ്ങളുണ്ട്. അള്ളാഹുവെ പോരായ്മകളൊക്കെയും ഞങ്ങൾക്ക് ഇനി അഫ്വ ചെയ്യണേ നാഥ. അള്ളാഹു ഞങ്ങളെ പോരായ്മകളൊക്കെയും ഞങ്ങൾക്ക് ഇനി പുറത്തു തരണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളെ കുടുംബത്തോട്, മക്കളോട്, ഭാര്യമാരോട്, കുടുംബത്തിൽ ഓരോ മേഖലകളോട് നമ്മൾ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളിലും അള്ളാഹുവെ ചികഞ്ഞുകൊണ്ട് ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ നാഥ. അള്ളാഹു ഞങ്ങളെ പോരായ്മകളൊക്കെ പരിഹരിച്ച് യഥാർത്ഥ മുഅ്മിനായി നിന്റെ നിന്റെ ലോകത്തെത്താൻ, സ്വർഗം നേടാൻ ഞങ്ങളെല്ലാവരും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹു ഇമാമുൻ ആദിലുൻ ആ വിഭാഗത്തിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. നാളെ അർശിന്റെ തണൽ ലഭിക്കാൻ ഞങ്ങളെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹു പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് സ്വർഗത്തിലെത്താൻ ഞങ്ങളെയും കുടുംബത്തെയും മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളെ പ്രയാസങ്ങളെല്ലാം നീ ദൂരീകരിക്കണേ റഹ്മാനെ. ധാരാളം വ്യത്യസ്തമായ രീതിയിൽ പ്രയാസപ്പെടുന്ന ആളുകൾ ഞങ്ങളിലുണ്ട്. അള്ളാഹുവെ ഞങ്ങളെല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ അല്ലാഹ്. അള്ളാഹുവെ രോഗങ്ങളെ നീ ശിഫയാക്കി തരണേ റഹ്മാനെ. മാരക രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അള്ളാഹു ഞങ്ങളിൽ പലരും ആക്സിഡന്റ് പറ്റി പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവെ പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ മഹല്ലത്തിലും നമ്മുടെയുമായി ബന്ധപ്പെട്ട ചിലരും അങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞു. അള്ളാഹുവെ അവർക്കൊക്കെ നീ പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പെട്ടെന്ന് പൂർണ്ണ ആരോഗ്യത്തോടു കൂടെ തിരിച്ചു വരാൻ, ദീനീ മേഖലകളിൽ സജീവമാകാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങൾ ഇന്ന് മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരന്മാർ, കുടുംബക്കാർ, അധ്യാപകർ, ഞങ്ങളെ സഹായിച്ച ഒരുപാട് ആളുകൾ, അള്ളാഹു ഇസ്ലാഹി പ്രവർത്തനത്തിൻ്റെ മുന്നിൽ നിന്ന ആളുകൾ, അവർക്കൊക്കെയും നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. മർഹമത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇന്നലെയും മിനിയാന്നൊക്കെ ആയിട്ട്, ഈ ആഴ്ചകളൊക്കെ ആയിട്ട് ഈ മഹല്ലത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെയും നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹു ജന്നത്തിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ഒരു സഹോദരി, മഹല്ലത്തിലുള്ളൊരു സഹോദരി ഓപ്പറേഷൻ നടത്തി ചികിത്സയിലാണെന്നറിഞ്ഞു. അള്ളാഹു ആ സഹോദരിക്ക് ഇനി ശിഫ നൽകണേ റഹ്മാനെ. പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ ചൊല്ലുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മലക്കുകൾ ഉണ്ടാവുന്ന. അള്ളാഹു ആ സഹോദരിക്ക് ഇനി ശിഫ നൽകണേ റഹ്മാനെ. ഓപ്പറേഷനൊക്കെ നടത്തേണ്ടി വരുന്ന വലിയ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും കുടുംബത്തെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, അപകട മരണത്തെ തൊട്ട് നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا برحمتك يا أرحم الراحمين.